UKKCയുടെ പ്രസിഡന്റ് സിബി കണ്ടത്തിൽ, സെക്രട്ടറി സിറിൽ പനങ്കാല, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ഇന്ന് ഈ സദസ്സിൽ സന്നിഹിതരായിരുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്നാനായ സഹോദരി സഹോദരന്മാരെ, ഏറെ സ്നേഹത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് നാം കണ്ട ഈ സമുദായ റാലി ഇന്നിവിടെ ഒഴുകിയെത്തിയ, ഒരു കടലിലെ തിരകളെ പോലെ ഇവിടെ ഒഴുകിയെത്തിയ ഈ ക്നാനായ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ UKKCയുടെ ട്രഷറർ എന്ന സ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷമായി നിന്നുകൊണ്ട് UKKC എന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും ഈ സമുദായത്തിന് വേണ്ടിയും നിലനിൽക്കുവാൻ നിങ്ങൾ എനിക്ക് നൽകിയ ആ ഒരു അവസരത്തിന് ഞാൻ ആദ്യമേ നിങ്ങളോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, മലയാളികൾ പൊതുവെ ശാന്തശീലരും പ്രതീക്ഷയും സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. തികച്ചും നടക്കുകയില്ല എന്നറിയാമെങ്കിൽ പോലും എന്തെങ്കിലും വിധത്തിൽ നടന്നാലോ എന്നുദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്വപ്നം കണ്ടു നടക്കുവാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആട്, മാഞ്ചിയം, ആത്മീയ കച്ചവടം, വിസ കച്ചവടം ഇതെല്ലാം തഴച്ചു വളരുന്നത് നമ്മുടെ കേരള മണ്ണിലാണ്, മലയാള സമൂഹത്തിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ഒരു ചെറിയ കൗശലത്വം പ്രയോഗിക്കുകയാണെങ്കിൽ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പെട്ടെന്ന് കബളിപ്പിച്ചു പോകും. കാരണം ഈ നമ്മുടെ മുമ്പിൽ പറയുന്നതെല്ലാം ശരിയാണ് ശരിയാണ് എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കും. അത്രമേൽ പഞ്ചപാവങ്ങളാണ് മലയാളികൾ. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഈ മലയാളി സമൂഹത്തിൽ ഏറ്റവും കബളിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഒന്നാണ് ക്നാനായ സമൂഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാമൊക്കെയോ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷകൾ, നമുക്കൊരു കഥ, ഒരു ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു പോത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് തീറ്റ അതിൻ്റെ മുമ്പിലേക്ക് നീട്ടി കാണിച്ച് കൊടുക്കുമ്പോൾ പോത്തിന് തോന്നും അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ തീറ്റ കിട്ടുമെന്ന്. പോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പോത്ത് നടക്കുന്നത് പോലെ ക്നാനായ സമുദായം നടക്കുവാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നാണ് മനസ്സിലാക്കുന്നത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ കൊണ്ടു കിടക്കുകയാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ഇല്ല അതാനും. അതാണ് ഇന്ന് ക്നാനായ സമുദായത്തിൻ്റെ ഒരു അവസ്ഥ. AD 345 കേരള തീരത്തേക്ക് കുടിയേറി ഭാരത ക്രൈസ്തവ സഭയുടെ ആണിക്കല്ലായി നിന്നുകൊണ്ട് കേരള സഭ ഇന്നായിരിക്കുന്ന ആ ഒരവസ്ഥയിൽ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നിയമനിർമ്മാണത്തിലും എല്ലാ അധിനിവേശത്തിലും എല്ലാ കാര്യങ്ങളിലും മുൻകൈയിൽ നിന്നുകൊണ്ടെന്ന് ഇന്നത്തെ സീറോ മലബാർ സഭയുടെ പ്രഥമ മെത്രാനെ സംഭാവന ചെയ്ത സമുദായമാണ് ക്നാനായ സമുദായം. പൂർവപിതാവായ അബ്രാഹത്തിൻ്റെ കാലം മുതലേ സ്വവംശ വിവാഹനിഷ്ഠയിൽ അധിഷ്ഠിതമായ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഉറച്ചു നിന്നുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയുമായിട്ടുള്ള ആത്മബലത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സുരക്ഷിതത്വ ബോധം, നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്നേഹബന്ധങ്ങൾ, നമ്മൾ അനുഭവിച്ച സ്നേഹബന്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ അറിയിച്ചു കൊടുത്ത ഒരു സ്നേഹബന്ധം, നമ്മൾ അവരെ അറിയിച്ചു കൊടുത്തതാണ്. മറ്റ് സമൂഹങ്ങൾ നമ്മെ അസൂയയോടുകൂടി പോലെ നോക്കിക്കണ്ട ഒരു സമൂഹമാണ് ക്നാനായ സമുദായം എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കുടിയേറ്റത്തിൻ്റെ മക്കളായ ക്നാനായക്കാർ കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത്. ഈ മറ്റ് നാടുകളിലേക്കെല്ലാം നമ്മൾ കുടിയേറ്റം നടത്തിയിട്ട് ഉണ്ട് എങ്കിലും അന്നെല്ലാം
നാം ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ ചെറിയ സമൂഹമാണ് എങ്കിലും ഇന്ന് ഈ കൂടിയിരിക്കുന്ന ജനസാഗരം പോലെ തോളോട് ഉരുമി നിന്നുകൊണ്ട് ഓരോ മനസ്സോടുകൂടി കൂടുവാൻ നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിച്ച ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശമാണ്. നമ്മളോട് ഹിന്ദുവിൽ പോയാലും മക്കളെ ബന്ധങ്ങൾ മറന്നിടാതെ ഓർത്തിടണം എന്നുള്ള ആ ഒരു ഉപദേശത്തിൻ്റെ പിൻബലത്തിലാണ് നാം ഈ ഒത്തുചേരലുകൾ മുഴുവനും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആലങ്കാരികമായിട്ടാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം നമ്മുടെ സമുദായം നിലനിൽക്കണം എന്നുള്ള ആ ഒരു സംഗതി, ആ ഒരു ചിന്ത നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ അത് അടിവരയിട്ട് കിടക്കുന്ന കൊണ്ട് മാത്രമാണ് നാം എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഈ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഈ വ്യക്തിബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും നമ്മൾ ഈ കാണുന്ന തലത്തിൽ കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് നമ്മുടെ രൂപതയുടെ നമ്മുടെ അജപാലന അധികാരം, നമ്മുടെ സഭാ സംവിധാനത്തിൻ്റെ അജപാലന അധികാരം കേരള അതിർത്തിയിൽ മാത്രം നിന്നാൽ പോരാ, അത് നമ്മൾ എവിടെയൊക്കെയോ ഉണ്ടോ അങ്ങോട്ടെല്ലാം മാറ്റിക്കിട്ടണമെന്നുള്ള മുറവിളി നമ്മുടെ സഭാ നേതാക്കന്മാരുടെ അടുത്തുകൊണ്ട് പറയുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾക്ക് വേണം ഈ സാഹോദര്യവും സൗഹൃദവും നമ്മളുടെ ഈ പാരമ്പര്യവും നമ്മൾ നൂറ്റാണ്ടുകളോട് നമ്മളെ തനിമയോടുകൂടി നമ്മുടെ അടുത്ത തലമുറയിലേക്ക് മാറ്റി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ സഭാ നേതൃത്വത്തിനോട് പറയുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള ഒരു സഭാ സംവിധാനമുണ്ട്, നിയമസംഹിതകളുണ്ട്. അതുകൊണ്ട് അത് മറികടന്ന് കടക്കണമെങ്കിൽ അതിനൊരു സമയമെടുക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ പറഞ്ഞതുപോലെ, പോത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു തീറ്റിയിട്ട് തന്നിട്ട് തരും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ് എന്നാണ് നമ്മളോടെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ UK വന്നു. നമുക്കിവിടെ സഭാ സംവിധാനം നമ്മളോടെല്ലാം പറഞ്ഞു, നമുക്ക് മിഷൻ സംവിധാനം വരുന്നു, നമ്മുടേതായിട്ടുള്ള സഭാ സംവിധാനം വരുന്നു എന്നെല്ലാം നമ്മളോട് പറഞ്ഞു. മിഷൻ സംവിധാനം വന്നു. UKKCA അതിനോട്, UK ക്നാനായ സമൂഹം അതിനോട് നീതിപൂർവം നമ്മൾ അതിനോട് യോജിച്ചു. നമ്മളെല്ലാം വിചാരിച്ചു നമ്മളുടേതായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്നാനായക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഭാ സംവിധാനം ഇവിടെ വരുമെന്ന്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥനയും കൂട്ടായ്മയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു, ഇപ്പോൾ ആ പറഞ്ഞ 15 മിഷനുമില്ല. നമ്മളോടെല്ലാം പറഞ്ഞത് നിങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു എന്നൊക്കെയായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ തന്ന മിഷന് പോലും ഇല്ല, അന്നൊരു VG സ്ഥാനം തന്നു എന്ന് പറയുന്നു, പക്ഷെ അതും ഇല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ക്നാനായ സമൂഹം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UKKCA ഓരോ സമയത്തും നമ്മളൊരു കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ആദ്യം നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് UKKCAയുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്തേക്കാണ് ആദ്യത്തെ ലെറ്റർ നമ്മൾ ഇവിടെ നടത്തുന്നത്. കാരണം കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്തയാണ് ഇന്നും UKKCAയുടെ ആത്മീയ നേതാവ് എന്ന് പറയും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അതും ചെയ്തില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും ഞങ്ങൾക്ക് ഇമെയിലുകൾ വന്നു, അദ്ദേഹത്തെ പേട്രൺ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടാണ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് UKKCA എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്ര വലിയ സംഭവമാണ് ഉണ്ടാവുക. ഇതിൻ്റെ പേട്രൺ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണ്. ഇവിടെയുള്ള UK ഈ ആയിരക്കണക്കിന് വരുന്ന സമുദായത്തിൻ്റെ ഇതിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആ UKKCA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ ഗുരുവായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ കോട്ടയം അതിരൂപതയുടെ പിതാവിനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതല്ലേ നമ്മൾ കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹനീയമായിട്ടുള്ള സ്ഥാനം. അതിനേക്കാൾ വിട്ട് എന്ത് സ്ഥാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഈ പേട്രൺ എന്ന് പറയുന്നത് അത് ഇത്രയ്ക്കും വലിയ ഒരു സംഭവമാണോ? ഇനി എന്തുകൊണ്ടാണ് ആ പേട്രനെ അങ്ങനെ ഒരു സ്ഥാനം ആലങ്കാരികമായിട്ട് കൊടുത്തിരുന്നു? മാറ്റാനുണ്ടായ സാഹചര്യവും നമുക്കറിയാം. അത് നാഷണൽ കൗൺസിൽ ഇവിടെയുള്ള ക്നാനായക്കാർ ഒരുമിച്ചെടുത്തിയ ഒരു തീരുമാനമാണ്. ഒരു സമയം ഇവിടെ വന്നിട്ട്
നമ്മൾ പറയുകയാണ്, നമ്മൾക്ക് ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരൊറ്റ പിതാവ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗോത്രപിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കോട്ടയം പിതാവ് നമ്മളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ഞാനല്ല, മറിച്ച് ഇവിടുത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പിതാവാണെന്ന് പറയുന്നത് UK-യിലുള്ള ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന സംഭവമല്ല എന്നതുകൊണ്ട് മാത്രം അത് താൽക്കാലികമായി നമ്മളത് സസ്പെൻഡ് ചെയ്തു. വീണ്ടും നമ്മൾ നമ്മുടെ ആത്മീയ ഗുരുവായി, ആത്മീയ നേതാവായി ഇപ്പോഴും നമ്മൾ കാണുന്നത് കോട്ടയം രൂപതയുടെ ബിഷപ്പിനെ തന്നെയാണ്. അതിൽ കൂടുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്കിവിടെ എന്താണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല ചേരികളിലായി ഒരുപക്ഷെ ഈ സാഗരം മുഴുവൻ ഒരു സമയത്ത് നിൽക്കുകയാണ്. സഭാ നേതൃത്വത്തിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, നമ്മളുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ അത് എവിടെയാണോ പോയി പറയേണ്ടത് അവിടെ ചെന്ന് ചോദിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുക. അതല്ലേ അതിനുവേണ്ടി രൂപതാ നേതൃത്വത്തിന് എന്തെങ്കിലും സഹായമോ സാഹചര്യമോ വേണമെങ്കിൽ ഈ സാഗരം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തേ പോകുന്നില്ല? അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഞങ്ങളെല്ലാം മുന്നോട്ട് വരുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ഇനിയും നമ്മുടെ സമയം അതിക്രമിച്ചു എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും അതിക്രമിച്ചിട്ടില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മൾ വിഘടിപ്പിച്ച് രണ്ട് രീതിയിൽ നിൽക്കേണ്ട ആൾക്കാരല്ല. ജ്ഞാനായ സമൂഹം, UK-യിലുള്ള ജ്ഞാനായ സമൂഹം മാത്രമല്ല, ലോകത്തിലെമ്പാടുമുള്ള ജ്ഞാനായ സമൂഹം ഒരേ രീതിയിൽ ഒരേ മനസ്സോടുകൂടി നിൽക്കേണ്ടവരാണ്. അതിന് ഏതറ്റം വരെ പോകുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഉറച്ചു പറയുന്നു, UKKC എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ വിശ്വാസത്തിലും അധിഷ്ഠിതമായി നിന്നുകൊണ്ടുള്ള ഏത് ചർച്ചയ്ക്ക് ഏതറ്റം വരെ പോകുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. ആരോട് വേണമെങ്കിലും ചർച്ച ചെയ്യാം. അത് പിതാവിന് സംസാരിക്കുന്നതിനോ, ഞങ്ങൾക്ക് അവിടെ പോയി സംസാരിക്കുന്നതിനോ, ഇനി റോമിൽ പോയി മാർപ്പാപ്പയോട് സംസാരിക്കുന്നതിനോ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല. ഞങ്ങളെ അനുവദിക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ വീണ്ടും ആ ഒരു ചർച്ചയിലേക്കോ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ജ്ഞാനായ സമൂഹം ഒരുമിച്ച് ഒരു കിടക്കുഴിയിൽ ഇന്നിവിടെ ഓടിക്കൂടി ഈ 10,000-ൻ്റെ കൂടെ ഇനി വരുവാൻ നിൽക്കുന്ന ഒരു കുറച്ച് പേരുകൂടി ഉണ്ടെങ്കിൽ അവരും കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടാണ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും. നമുക്കതാണ് വേണ്ടത്. ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ UKKC സജ്ജമാണ്. UK-യിലുള്ള ജ്ഞാനായ സമൂഹം സജ്ജമാണ്. അതിന് ഈ വരും നാളുകളിൽ നമുക്കതിനുള്ള വെളിച്ചമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിനുള്ള പ്രാർത്ഥനകളും അതിനുള്ള കാര്യങ്ങളും നമുക്ക് സജ്ജീകരിക്കാം. വരും കാലങ്ങളിൽ മനോഹരമായിട്ട് നമുക്ക് ഇനി ആവിഷ്കരിക്കുന്ന ഓരോ കൺവെൻഷനുകളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കൺവെൻഷനിൽ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പുരോഹിതരും എല്ലാവരും കൂടെ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ നിൽക്കുന്ന ഒരു സമ്മേളനം നമുക്ക് സഹകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.